നമസ്കാരം, ഞാൻ വിഷ്ണു പ്രകാശ്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിച്ച, അറിയാൻ ആഗ്രഹിച്ച ഒരു വിഷയത്തെക്കുറിച്ചാണ്. മറ്റൊന്നുമല്ല, ഇന്ന് നമുക്കറിയാം ഓൺലൈൻ എക്സാമുകളും വെബിനാറുകളും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്വിസുകളും ഒക്കെ ധാരാളം അവൈലബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഈ സർട്ടിഫിക്കറ്റ് സെൻഡ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ എങ്ങനെ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും, തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റുകൾ ഗൂഗിൾ ഫോമുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഓട്ടോ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. നമുക്ക് വീഡിയോയിലോട്ട് നേരിട്ട് പോകാം. ഗൂഗിൾ ഫോം വഴി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നമുക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ അതിന് നമ്മളെ സഹായിക്കുന്നത് ഗൂഗിളിൻ്റെ തന്നെ മറ്റൊരു പ്രോഡക്റ്റ് ആയിട്ടുള്ള ഗൂഗിൾ സ്ലൈഡ്സ് ആണ്. ഞാനതെൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതാണിപ്പോൾ ഓപ്പൺ ചെയ്ത് വന്നിരിക്കുന്നത്. അവിടെ ക്രിയേറ്റ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ന്യൂ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഞാൻ ക്രിയേറ്റ് ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പവർ പോയിൻറ്റിന് സമാനമായിട്ടുള്ള ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആകും. ഈ വിൻഡോയിൽ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഗൂഗിൾ സ്ലൈഡിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള പോസ്റ്ററുകൾ അല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും ഞാൻ അതിലും കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, എന്നാൽ എഡിറ്റിംഗ് പോലും അറിയാൻ മേലാത്ത ആൾക്കാർക്ക് ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഇല്ലാതെ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ചെയ്യാൻ സാധിക്കുന്ന പവർ പോയിന്റിനെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. പവർ പോയിന്റിൽ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വളരെ പെട്ടെന്ന് ചെയ്തിട്ട് അത് ഗൂഗിൾ ഫോമുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ട് നോക്കാം. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് അതിലോട്ട് പോകാം. അതിനായി നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മൈക്രോസോഫ്റ്റിൻ്റെ MS പവർ പോയിന്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലൊരു സ്ക്രീൻ നിങ്ങൾക്ക് കിട്ടും. അവിടെ നിന്നാണ് ധാരാളം സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ടെംപ്ലേറ്റുകളുണ്ട്. ഞാനിവിടെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ആണ്. പവർ പോയിന്റിൽ സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഫുൾ ഒരു വീഡിയോ ആയിട്ട് കാണിക്കണമെങ്കിൽ അതിന് സമയം കൂടുതലെടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം ഒരു സ്ലൈഡ് ഷോ ആയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബ്ലാങ്ക് സ്ലൈഡ് എടുത്തു. അതിലൊരു പിക്ചർ ഞാൻ ഇൻസേർട്ട് ചെയ്തു. ഇൻസേർട്ട് പിക്ചർ എന്ന് പറഞ്ഞുകൊണ്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് പിക്ചർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്തൊരു ഹെഡിങ് കൊടുക്കണം. ഹെഡിങ് കൊടുക്കാനായിട്ട് ഞാൻ വീണ്ടും ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. അത് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് ABCD കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം എന്ന് പറഞ്ഞൊരു പേര് ഞാൻ കൊടുത്തു. ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് കൊടുക്കാം. ഇനി അതിനകത്തൊരു ലോഗോയാണ് എനിക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ലോഗോയാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ അതിനകത്ത് ഇൻസേർട്ട് പിക്ചർ വഴി വീണ്ടും ഒരു പിക്ചർ അല്ല ലോഗോ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ല ഒരു ക്ലിപ്പാർട്ട് അല്ലെങ്കിൽ ഒരു ഡിസൈൻ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ലോഗോ ആഡ് ചെയ്തു. ഇനി എനിക്ക് മാറ്ററാണ് ടൈപ്പ് ചെയ്യേണ്ടത്. വീണ്ടും ഞാൻ ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് എടുത്തു. എൻ്റെ മാറ്റർ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു സർട്ടിഫിക്കറ്റിൽ ചേഞ്ച് വരാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് ഫുൾ നെയിം, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, പെർസെൻറ്റേജ്. ഇത് 3 കാര്യങ്ങൾ മെയിനായിട്ട് ഒരു സർട്ടിഫിക്കറ്റിൽ ചേഞ്ച് വരുന്നതാണ്. ബാക്കിയുള്ള എല്ലാ മാറ്റേഴ്സും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ചേഞ്ച് വരുന്ന മാറ്റർ എന്തൊക്കെയാണോ അത് ഡബിൾ ബ്രാക്കറ്റിനകത്ത് കൊടുത്തേക്കുക. ഓപ്പണിങ്ങിലും എൻഡിലും 2 ബ്രാക്കറ്റ് കൊടുത്തേക്കുക. അതിനുശേഷം അതിനകത്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് സർട്ടിഫിക്കറ്റിനകത്ത് സിഗ്നേച്ചർ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ മാനേജിംഗ് ഡയറക്ടറിൻ്റെ അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെഡിൻ്റെ 2 പേരുടെ സിഗ്നേച്ചറാണ് ഞാനിപ്പം ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ സിഗ്നേച്ചർ കൊടുക്കാനായിട്ട് ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് എടുത്ത് പേരെഴുതി. അതിനുശേഷം സിഗ്നേച്ചർ ഞാൻ പിക്ചറായിട്ടാണ് സേവ് ചെയ്തിരിക്കുന്നത്. ഇൻസേർട്ട് പിക്ചർ എടുത്തിട്ട് ഒരു പിക്ചറാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ടെംപ്ലേറ്റ് എടുക്കാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്തിട്ട് മൊബൈലിൽ ഫോട്ടോ എടുത്ത് ഇൻസേർട്ട് ചെയ്താൽ മതി. അതിൻ്റെ കോൺട്രാസ്റ്റും ബ്രൈറ്റ്നസ്സും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സർട്ടിഫിക്കറ്റുമായിട്ട് മാച്ച് ആകാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് സർട്ടിഫിക്കറ്റ് ID കൊടുക്കാനായിട്ട് സാധിക്കും. വീണ്ടും ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് എടുക്കുക. സർട്ടിഫിക്കറ്റ് ID എന്ന് പറഞ്ഞു കൊടുക്കുക. ഓരോരുത്തരുടെ ID വ്യത്യാസപ്പെടുന്നതുകൊണ്ട് സർട്ടിഫിക്കറ്റ് ID എന്ന് പറഞ്ഞ് ഡബിൾ ബ്രാക്കറ്റിനകത്ത് വീണ്ടും കൊടുത്തേക്കുക. നമ്മൾ സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട റൂൾ എന്ന് പറയുന്നത് ഏതൊക്കെ മാറ്റേഴ്സ് ആണോ സർട്ടിഫിക്കറ്റിൽ ചേഞ്ച് ചെയ്യേണ്ടത് അതിൻ്റെ എല്ലാം തുടക്കത്തിലും അവസാനം 2 ബ്രാക്കറ്റ് വീതം കൊടുക്കുക. അതിനുശേഷം ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് നെയിമാണ് ഓരോരുത്തരുടെയും ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നെയിമിൻ്റെ പോർഷന് 2 ബ്രാക്കറ്റിനകത്താണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ നെയിം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷമുള്ളത് ഡേറ്റ് ആണ്. ഡേറ്റ് ചേഞ്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഡേറ്റിനകത്തും തുടക്കത്തിലും അവസാനത്തിലും ഞാൻ 2 ബ്രാക്കറ്റ് കൊടുത്ത് അതിനകത്ത് ഡേറ്റ് എന്ന് എഴുതി. അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ പാസിംഗ് പെർസെൻറ്റേജ് നമുക്കറിയണം. അതും നമുക്ക് ഓരോരുത്തരിലും ഇൻഡിവിജ്വൽ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അതും എന്താണ് പെർസെൻ്റ് എന്ന് എഴുതി അതിൻ്റെ ഓപ്പണിങ്ങിലും എൻഡിങ്ങിലും 2 ബ്രാക്കറ്റ് കൊടുത്തു. അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ചേഞ്ച് ചെയ്യേണ്ടത് ആ ചേഞ്ച് ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം ഇതുപോലെ തന്നെ നിങ്ങൾ ബ്രാക്കറ്റിനകത്ത് കൊടുക്കാൻ ശ്രമിക്കുക. അതിപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യുമ്പം ഈ ഐറ്റംസ് ഓരോ റെസ്പോണ്ടിനനുസരിച്ച് മാറിക്കൊണ്ടിരുന്നോളും. ഇതാണ് ബേസിക് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് എന്താണ് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും.
പവർ പോയിന്റിനകത്ത് സർട്ടിഫിക്കറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഗൂഗിൾ ഫോമുമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഗൂഗിൾ ഡ്രൈവുമായിട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഗൂഗിൾ ഡ്രൈവിനകത്ത് നമ്മൾ എന്താണ് ഈ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഇൻസേർട്ട് ചെയ്യുക. കാരണം കസ്റ്റം സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ഗൂഗിൾ ഫോമിൽ ക്ലിക്ക് ചെയ്യുമ്പം അത് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത് ഗൂഗിൾ ഡ്രൈവിലോട്ടാണ്. അവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് നേരെ ഗൂഗിൾ ഡ്രൈവിലോട്ട് അറ്റാച്ച് ചെയ്യാം. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഡ്രൈവ് ആണ്. ഗൂഗിൾ ഡ്രൈവിനകത്ത് നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് അവിടെ പ്ലസ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ ഉണ്ട്. അത് കൊടുത്തു കഴിയുമ്പം അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എവിടെയാണോ നിങ്ങൾ പവർ പോയിന്റ് സേവ് ചെയ്തിരിക്കുന്നത് അവിടുന്ന് അത് അറ്റാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സെലക്ട് ചെയ്ത ഫയൽ നമ്മുടെ ഡ്രൈവിലോട്ട് വന്നിട്ടുണ്ട്. ഡ്രൈവിൽ അത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്ലോഡായി കഴിഞ്ഞിരിക്കുന്നു. ന്യൂ മോഡൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ഡ്രൈവിനകത്ത് അപ്ലോഡായി. ഇനി നമ്മൾ ഡ്രൈവിനകത്ത് കിടക്കുന്ന ഫയൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ഗൂഗിൾ സ്ലൈഡായിട്ട് കൺവേർട്ട് ചെയ്യണം. ഗൂഗിൾ സ്ലൈഡായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പാടൊന്നുമില്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു ഗൂഗിൾ സ്ലൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഗൂഗിൾ ഫോമുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിന് ഞാൻ ഫോണിൽ ഓൾറെഡി ഗൂഗിളിൻ്റെ തന്നെ ഒരു പ്രോഡക്റ്റ് ആയുള്ള ഗൂഗിൾ സ്ലൈഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ സ്ലൈഡ് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫയൽ നമുക്ക് പവർ പോയിന്റ് വേർഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഗൂഗിൾ സ്ലൈഡിൽ. പക്ഷേ അതിന് നമുക്ക് ഗൂഗിൾ സ്ലൈഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന 3 ടിക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് വന്ന പോപ്പപ്പിനകത്തുനിന്ന് സേവ് ആസ് ഗൂഗിൾ സ്ലൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ പവർ പോയിന്റ് ചെയ്തിരിക്കുന്ന എൻ്റെ സ്ലൈഡ് ഗൂഗിൾ സ്ലൈഡായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിനി ഈസി ആയിട്ട് എനിക്ക് ഗൂഗിൾ ഫോമുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഞാൻ ചെയ്തിരുന്ന സ്ലൈഡ് ഗൂഗിൾ സ്ലൈഡായിട്ട് കൺവേർട്ട് ചെയ്ത് മാറിയിട്ടുണ്ട്. അപ്പം ഇനി എനിക്കിത് ഗൂഗിൾ ഫോമുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് നേരെ ഗൂഗിൾ ഫോമിൽ പോകാം. ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗൂഗിൾ ഫോമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ നമുക്ക് ഒരു ആഡ് ഓൺ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം തുടങ്ങിയ ഇൻഫർമേഷനൊക്കെ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ലിങ്ക് വഴി കാണാൻ സാധിക്കും. അതിനായി ഗൂഗിൾ ഫോമിൻ്റെ സെറ്റിംഗ്സിൽ പോവുക. ഗൂഗിൾ ഫോമിൻ്റെ സെറ്റിംഗ്സിൽ ചെന്നതിന് ശേഷം ഏറ്റവും ടോപ്പിൽ കാണുന്ന സെറ്റിംഗ്സിൽ 3 ഡോട്ട് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ വരുന്ന പോപ്പപ്പിൽ നിന്ന് ആഡ് ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആഡ് ഓൺ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ആഡ് ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന സർട്ടിഫൈ EM എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സർട്ടിഫൈ EM എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഒരു പോപ്പപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആകും. ആ പോപ്പപ്പ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ വീണ്ടും ഷോ സർട്ടിഫൈ EM കൺട്രോൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരിക്കും. ആ ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. ഓപ്ഷൻ ചെയ്യുമ്പോൾ വീണ്ടും സർട്ടിഫിക്കറ്റിനെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് അവൈലബിൾ ആകും. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സർട്ടിഫൈ EM എന്ന് പറയുന്ന ആഡ് ഓണിൻ്റെ ഡീറ്റെയിൽസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് സെറ്റിങ്സുകളെല്ലാം ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് ഓൾറെഡി ഓൺ ആണ് കിടക്കുന്നത്. അപ്പം ലിങ്കാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് അല്ല നമ്മുടെ ആഡ് ഓൺ നമുക്ക് ലിങ്ക് ആയിട്ടുണ്ട്. ഇനി പാസിംഗ് പെർസെൻറ്റേജ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഞാനത് ഒരു 70% എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുത്തു. തൊട്ട് താഴെ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന കുറേ ടെംപ്ലേറ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കാണിക്കുന്ന പേരുകളൊക്കെ ഗൂഗിൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റുകളാണ് ഓരോ പേരുകൾ കാണിച്ചിരിക്കുന്നത്. ഞാൻ അതിൽ നിന്ന് ഇനി കസ്റ്റം എങ്ങനെ സെലക്ട് ചെയ്യാൻ നോക്കാം. വീണ്ടും നമ്മൾ ആ ടെംപ്ലേറ്റിൻ്റെ മോഡലിൽ ചെക്ക് ചെയ്തു. ഏറ്റവും അവസാനം യൂസ് എ കസ്റ്റം ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ആ കസ്റ്റം ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. കസ്റ്റം ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു സ്ക്രീൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതാണ് ഇപ്പം കാണുന്നത്. അവിടെ നമുക്ക് പുതിയ ഫയൽ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്താണ് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിനകത്ത് നമ്മൾ ഗൂഗിൾ സ്ലൈഡായിട്ട് നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പവർ പോയിന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഡ്രൈവിൽ അറ്റാച്ച് ചെയ്ത ഫയലും അതുപോലെ ഗൂഗിൾ സ്ലൈഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അറ്റാച്ച് ചെയ്ത ഫയലും നമുക്ക് ഇവിടെ കാണാം. നമുക്കപ്പോൾ ഗൂഗിൾ സ്ലൈഡ് മാത്രമേ നമുക്ക് ഗൂഗിൾ ഫോമുമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഗൂഗിൾ സ്ലൈഡായിട്ട് അതിനെ കൺവേർട്ട് ചെയ്തത്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് സെലക്ട് ഓപ്ഷൻ അവൈലബിൾ ആകും. സെലക്ട് ഓപ്ഷൻ അവൈലബിൾ ആകുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സേവ് ചേഞ്ചസ് കൊടുക്കുക. ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ കസ്റ്റം ടെംപ്ലേറ്റ് നമ്മുടെ ഗൂഗിൾ ഫോമുമായി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട ഒരു എക്സാം എഴുതി നോക്കാം. അതിനായിട്ട് ഞാനത് ലിങ്ക് വഴി ഓപ്പൺ ചെയ്തു. എൻ്റെ മെയിൽ ID കൊടുത്തു, പേര് കൊടുത്തു. ഇനി ഞാൻ എക്സാമിലോട്ട് പോകാൻ തുടങ്ങുകയാണ്. ഫുൾ നെയിം കൊടുക്കണം. അപ്പോൾ ഫുൾ നെയിം ഞാൻ ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് എക്സാം ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് ഓരോന്നിനും നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഞാൻ ക്ലിക്ക് ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ക്ലിക്ക് ചെയ്തു. മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ക്ലിക്ക് ചെയ്തു. നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ തൃശ്ശൂരാണ് ആൻസർ കറക്റ്റ്. ഞാനൊന്ന് മാറ്റി കൊടുക്കുകയാണ്. പെർസെൻറ്റേജ് കാണിക്കുമല്ലോ എന്നറിയാനായിട്ട് ഞാൻ മാറ്റി കൊടുത്തു. ലാസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഞാൻ കറക്റ്റായിട്ട് കൊടുത്തു. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു.
ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കവിടെ സ്കോർ കാണിച്ചിട്ടുണ്ട്. അവിടെ താങ്കളുടെ ഉത്തരങ്ങൾ വിജയകരമായി ലഭിച്ചിരിക്കുന്നു, ഉത്തരങ്ങൾ അയച്ചതിന് നന്ദി, നമുക്ക് മെസ്സേജൊക്കെ കിട്ടി. സ്കോർ നോക്കാൻ പോവുകയാണ്. ഞാൻ വ്യൂ സ്കോറിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് സ്കോർ ലൈവായിട്ട് അറിയാൻ സാധിക്കുന്നു. 10 മാർക്കിൻ്റെ ക്വസ്റ്റിന് 8 മാർക്ക് എനിക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി എനിക്ക് നോക്കാനുള്ളത് സർട്ടിഫിക്കറ്റ് വന്നോ ഇല്ലയോ എന്നുള്ളതാണ്. പെട്ടെന്ന് നമുക്ക് മെയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മെയിൽ ഓപ്പൺ ആക്കി നോക്കാം, മെയിൽ വന്നിട്ടുണ്ടോ എന്ന്. ഇതാണ് എൻ്റെ മെയിൽ, ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെ ഫസ്റ്റ് മെയിലായിട്ട് ഒരു മെയിൽ വന്ന് കിടപ്പുണ്ട്. അത് ക്ലിക്ക് ചെയ്തപ്പം പൊതുവിജ്ഞാന ക്വിസിൻ്റെ ആണ്. അതിനകത്ത് സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം, നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻസ് ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക്. സർട്ടിഫിക്കറ്റ് ഓപ്പൺ ആകുകയാണ്. സർട്ടിഫിക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം യെസ്, നമ്മൾ കൊടുത്തിരുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. എൻ്റെ പേര് അതിനകത്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ജനറൽ ക്വിസ് ഡേറ്റ്, ഇന്നത്തെ ദിവസം കറക്റ്റായിട്ട് അതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ 80% ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റായിട്ട് ആൻസർ ചെയ്തു, അതിനുശേഷം 80% എന്ന് പറഞ്ഞ് അതിനകത്ത് മാർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ID താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കസ്റ്റം സ്ലൈഡ് അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ഓരോരുത്തരും എന്താണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ പേര് മാറിക്കൊണ്ടിരിക്കും, അവരുടെ ഡേറ്റ് ഓഫ് എക്സാം മാറിക്കൊണ്ടിരിക്കും, അവരുടെ പെർസെൻറ്റേജ് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് അട്രാക്റ്റീവായിട്ടുള്ള സ്ലൈഡ് അല്ല അട്രാക്റ്റീവായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലെ അട്രാക്റ്റീവായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ചെയ്ത് നോക്കുക. അത് ഗൂഗിൾ ഫോമുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിങ്ങൾ ഓൺലൈൻ എക്സാമുകൾ കണ്ടക്ട് ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.